ഹലോ ഓൾ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനൗൺസ്മെൻ്റ് ആണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ എസ് എസ് സി 2026-2027 എക്സാമുകളുടെ കലണ്ടർ ഔട്ടായിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ എന്ന് വരുമെന്നും എക്സാം എന്നാണെന്നും ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു കലണ്ടറിലുണ്ട്. CGL, CHSL, MTS, SSC GD പോലുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ ഒരു കലണ്ടർ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഈ എക്സാം പ്രിപ്പറേഷൻ ഏറ്റവും സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു കലണ്ടർ ബേസ് നിങ്ങൾക്ക് ഷെഡ്യൂൾ സെറ്റ് ചെയ്യുക, അല്ലെ, ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. സോ നമുക്ക് എന്താണ് കലണ്ടറിൽ പറയുന്നതെന്ന് നോക്കാം, ഓരോ എക്സാമും എന്നാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം പറയുന്നത് JSA LDC ഗ്രേഡ് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണ്. ഓക്കെ, അപ്പോൾ JSA or LDC ഗ്രേഡിൻ്റെ എക്സാമിനേഷൻ പേപ്പർ 1 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ 16 മാർച്ച്, അതുപോലെ അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ഏപ്രിലും ആയിരിക്കും, 7 ഏപ്രിലും ആയിരിക്കും. അതുപോലെ അതിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് എക്സാം മന്ത് എന്ന് പറയുന്നത് മെയ്യിലായിരിക്കും. അതുപോലെ തന്നെ SSA UDC ഗ്രേഡിൻ്റെ എക്സാമിനേഷനും അതുപോലെ തന്നെയാണ്, ഡേറ്റ് സെയിം ഡേറ്റ് ആണ്. ASO ഗ്രേഡ് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും സെയിം ഡേറ്റ് ആണ്. മാർച്ചിൽ നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഏപ്രിൽ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഡേറ്റ് ഉണ്ട്. ഏപ്രിൽ 7 വരെ ഉണ്ട്. മെയ്യിലായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന നമ്മുടെ എക്സാമുകൾ എന്ന് പറയുന്നത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം, അതുപോലെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഡേറ്റുകൾ എന്താണെന്ന് നോക്കാം. CGLൻ്റെ എക്സാമിനേഷൻ ഇപ്പോൾ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ നടക്കാൻ പോണത് മെയ് ജൂൺ മാസത്തിലാണ് കേട്ടോ. നോട്ടിഫിക്കേഷൻ മാർച്ച് ഏപ്രിൽ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ മാർച്ച് വരും. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മെയ് ജൂൺ മാസത്തിലായിട്ട് നമുക്ക് അതിൻ്റെ എക്സാമും കാണും. അതായത് ഇപ്പോൾ ജനുവരി ആയി, നിങ്ങൾക്കൊരു 6 months ഉണ്ട് നിങ്ങളുടെ മുന്നിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ ഒട്ടും വെയിറ്റ് ചെയ്യരുത്, പഠിച്ചു തുടങ്ങിക്കോളാം. കാരണം മാർച്ചിൽ നോട്ടിഫിക്കേഷൻ വരുന്നത് കൺഫേം ആണ്. SSCയെ സംബന്ധിച്ചിടത്തോളം കലണ്ടർ മാക്സിമം കീപ്പ് ചെയ്യാറുണ്ട്. സോ നിങ്ങൾ പഠിത്തത്തിനകത്ത് ആ ഒരു എനർജി കൊണ്ടുവരാം കേട്ടോ. അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ ഒരുപാട് പേര് നോക്കുന്ന ഒരു എക്സാമാണ്. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എക്സാമിനേഷൻ്റെ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റുകളിലേക്കുള്ള എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷനും മാർച്ചിൽ തന്നെ ഉണ്ടായിരിക്കും. മാർച്ച് ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മെയ് ജൂൺ മാസത്തിലായിരിക്കും ഇതിൻ്റെ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ CHSL എക്സാമിന് മുമ്പ് നമുക്ക് സെലക്ഷൻ പോസ്റ്റിൻ്റെ എക്സാമിനേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്യണം. സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ ഫേസ് 14 14ാമത്തേതാണ് കേട്ടോ. അതിൻ്റെ എക്സാമിനേഷനും മാർച്ചിലുണ്ടായിരിക്കും. അതുപോലെ ഏപ്രിൽ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മെയ് മുതൽ ജൂലൈ വരെയുള്ള മാസങ്ങളിലായിട്ടായിരിക്കും ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് CGLൻ്റെ എക്സാമിനേഷനും ജൂനിയർ എഞ്ചിനീയറിൻ്റെ എക്സാമിനേഷനും കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് സെലക്ഷൻ പോസ്റ്റിൻ്റെ എക്സാമിനേഷനും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം CHSLൻ്റെ എക്സാമിനേഷനാണ്. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലിൻ്റെ എക്സാമിനേഷനാണ്. അപ്പോൾ CHSL ലെവലിൻ്റെ എക്സാമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും CHSLൻ്റെ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ടയർ 1 വരുന്നത് ഏപ്രിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് മെയ് വരെ അപ്ലൈ ചെയ്യുന്ന രീതിയിലായിരിക്കും. ഏപ്രിൽ ലാസ്റ്റ് മെയ്യിലായിട്ടായിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ മാസങ്ങളിലായിട്ടായിരിക്കും നമുക്കതിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സോ അത് പഠിക്കാനും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ടൈമുണ്ട്. സോ അതും കൂടെ നിങ്ങൾ എന്തായാലും പ്രിപ്പയർ ചെയ്യുക. ജൂലൈ, സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് എക്സാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C ആണ്. ആൻഡ് ഗ്രേഡ് D എക്സാമിനേഷനും ഉണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷനും ഏപ്രിൽ മെയ്യിലാണ്. ഓഗസ്റ്റ് സെപ്റ്റംബറിൽ എക്സാം ഉണ്ടായിരിക്കും. അതുപോലെ കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ എക്സാമിനേഷനും ഏപ്രിൽ മെയ്, അതുപോലെ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ എക്സാമിനേഷനാണ്. പിന്നെ ഒരുപാട് പേര് നോക്കുന്നത് MTS ആണ്. MTSൻ്റെ എക്സാം ഡേറ്റ് എന്നാണ്, അതാണ് ഇനി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹമുള്ള, അല്ലേ. MTSന് എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത് ജൂണിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് സെപ്റ്റംബർ, നവംബർ മാസത്തിലായിട്ടായിരിക്കും നമുക്ക് MTSൻ്റെ എക്സാം ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസിൻ്റെ എക്സാമിനേഷനും നമുക്ക് അതേ ഒരു സ്ട്രാറ്റജിയിൽ തന്നെ വരുന്നുണ്ട്. മെയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒക്ടോബർ, നവംബർ മാസത്തിലായിരിക്കും സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസിൻ്റെ എക്സാമിനേഷൻ നടക്കുന്നത്. അതുപോലെ കോൺസ്റ്റബിൾ SSC GDയുടെ എക്സാമിനേഷൻ ഒരുപാട് പേർ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എക്സാമാണ് SSC GD അടുത്ത എന്നാണെന്നല്ലേ. അപ്പോൾ 2026 SSC GD എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ സെപ്റ്റംബറിലും എക്സാം ജാനുവരി, മാർച്ച് മാസത്തിലായിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കലണ്ടർ മനസ്സിലായല്ലോ, ഈ വർഷത്തെ എക്സാമുകൾ മനസ്സിലായല്ലോ. നെക്സ്റ്റ് ജനുവരി ടു മാർച്ച് എക്സാമാണ് SSC GD വരുന്നത് 2026 കലണ്ടർ അനുസരിച്ച്. ഈ ഒരു ജനുവരി
മാർച്ചിനകത്ത് നമുക്ക് ഒരു GD എക്സാമിനേഷൻ നടക്കാനിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും എക്സാമുകൾ കറക്റ്റായിട്ട് നടത്തുന്നുണ്ട്. നെക്സ്റ്റ് ഇയറും കറക്റ്റായിട്ട് എക്സാമുകൾ വരുന്നുണ്ട്. പ്രിപ്പറേഷൻ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. എക്സാമിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും വെൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക കേട്ടോ. നോട്ടിഫിക്കേഷൻ കറക്റ്റ് ടൈമിൽ വരും, എക്സാമും കറക്റ്റ് ടൈമിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ.